ഈശ്വര, എല്ലാം ഞാൻ കാരണം. വിഷ്ണുവിനും ശാലിനിയും തമ്മിൽ പിരിയാൻ വരെ പോകുന്നു. അർജുനേട്ടനോടൊന്ന് സംസാരിച്ചാൽ മനസ്സിനൊരാശ്വാസം കിട്ടും. റിങ് ചെയ്തിട്ടും അർജുനൻ എന്താ കട്ട് ചെയ്തത്? ഇതെന്താ? പ്രീതി, നിനക്ക് ഈ സാമാന്യ ബോധം എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ലേ? അർജുനേട്ടാ, ഞാൻ ഒരു തവണ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ ഞാൻ എന്തെങ്കിലും എമർജൻസിയിലോ അർജന്റ് മീറ്റിംഗിലോ ആയിരിക്കുമെന്ന്? പിന്നെന്തിനാ നീ 100 വട്ടം തുടരെ ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കില്ലേ? ഒരു പ്രധാന കാര്യം പറയാൻ അർജുനേട്ടാ. ഞാൻ നിനക്ക് എന്താ ഇത്ര വലിയ ഇന്റർനാഷണൽ പ്രശ്നം അവിടെ? നീ കുഞ്ഞിന്റെ കാര്യം പറയാൻ വിളിക്കുന്നതല്ലേ? പ്രീതി, ലോകത്ത് നീ മാത്രമൊന്നുമല്ല അമ്മയാവുന്നത്. മിക്കവാറും എല്ലാ ജീവജാലങ്ങളും കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് 9 മാസവും 9 ദിവസവും. അതൊക്കെ നോർമലായിട്ട് അങ്ങ് നടന്നോളും. ശരി അർജുനേട്ടാ, ഞാൻ ഫോൺ വെക്ക്. കുഞ്ഞ്, മരുന്ന് കഴിക്കാനുള്ള സമയമായി. എന്തിനുള്ള മരുന്ന്? എന്റെ വയറ്റിലൊരു ജീവൻ വെള്ളവും വളവും ഒഴിച്ച് വളർത്താനാണെങ്കിൽ അത് വേണ്ട. ആർക്കും വേണ്ട അതിനെ. അതിന്റെ ജന്മം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. കുറെ അധികം ജീവിതങ്ങൾ തകർക്കാന്നല്ലാതെ. എന്തോ കുഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും ഞാൻ. അമ്മാവന്റെ തലയെടുക്കാനായി പെറുക്കുന്ന കൃഷ്ണജന്മം സത്യഭാമയുടെ വീട്ടിൽ വേണ്ട. എല്ലാത്തിനും ഒരു പരിഹാരമാവട്ടെ. ഞാൻ മിഷൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാ. ശാരദേ, ഞാൻ തന്ന 30 പവൻ തനി തങ്കമെന്നാ നിങ്ങളുടെ വിചാരം. കൊണ്ടുപോയി കൊടുക്ക് ശാരദേ വിജയലക്ഷ്മിക്ക്. നല്ല അസല് മുക്കാ ശാരദേ, അത് അസല് മുക്ക്. അത് കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചോ.
എന്താ വിജയ് ഒരു ആലോചന? ഹോ, ഇതിപ്പോ വല്ലാത്തൊരു ഏണിയായി പോയല്ലോ കൃഷ്ണൻകുട്ടി ചേട്ടാ. ആ 30 പവനിന് നമുക്ക് കിട്ടത്തില്ലേ? അതൊരു ചോദ്യമാണ്. സത്യഭാമയുടെ മകന് ശാരദാമ്മയൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണവിടെ നിൽക്കുന്നോണ്ട് ഒരു ചൂടുണ്ടാവും. ശാരദാമ്മയുടെ അടുത്ത് ഒരു പുളുങ്കുരുവും ഇല്ല. പിന്നെ സത്യഭാമയുടെ മോന്റെ കാര്യം, അവർക്ക് അവനുമായിട്ട് ബന്ധമൊന്നുമില്ലാന്ന് അന്ന് കല്യാണ പന്തലിൽ വെച്ച് സത്യഭാമ പ്രഖ്യാപിച്ചതല്ലേ. വേറെ വേലയും കൂലിയൊന്നും ഇല്ലാത്ത അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ 30 പവൻ? അതും ശരിയാ. നമ്മുടെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമോശം സംഭവിച്ചു വിജയെ. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് മനസ്സിലായപ്പോ ഒതുക്കത്തിൽ ശാരികയങ്ങ് അടിച്ചിറക്കി വിട്ടാ മതിയായിരുന്നു. അവളെയും തൂക്കിയെടുത്തോണ്ട് സത്യഭാമയുടെ വീട്ടിൽ കൊണ്ടുപോയതോടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ. ഇനിയിപ്പോ കല്യാണക്കാരി അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? അതിനൊക്കെ വഴിയുണ്ട്. നമ്മള് തക്കലയ്ക്ക് മുങ്ങിയിട്ട് വേറെ കല്യാണം നടത്തിയ ഒരു കുഞ്ഞും അറിയില്ല. എന്നാലും എന്നായാലും ശാരിക അവകാശം പറഞ്ഞോണ്ട് വരില്ലേ? മുടിഞ്ഞ ആയുസ. ഈ പിശാചിനെ തല്ലിക്കൊന്നാലും ചാവതല്ലല്ലോ. ഇവൾ എന്ത് ഭാവിച്ചാ അമ്മയും കൂട്ടി വന്നിരിക്കുന്നത്? രാജീവ് ഇവിടെ ഉണ്ടല്ലോ. ആരുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല. അവകാശം ചോദിച്ചോ മറ്റോ ആണെങ്കി അടിച്ചിറക്കും ഞാൻ. എങ്ങോട്ടാ? ശാരി ഇവിടെ കൊണ്ടുവന്നാക്കാൻ വന്നതാ. അതിനൊരു ഉപാധി പറഞ്ഞിരുന്നു. 30 പവൻ ഈ പടിക്കല് വെക്കണോന്ന്. അത് കഴിഞ്ഞ് അകത്ത് കയറുന്ന കാര്യം ആലോചിച്ചാ മതിയെന്ന്. കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ 30 പവനോ? അതെ, 30 തികച്ചുണ്ട്. പടിക്കത്തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി വാ. വലതുകാലം വെച്ച് കയറുമോളെ. വാ. മോനെ, ശാരിക മോളെ കൊണ്ടാക്കാൻ വന്നതാ ശാരദാമ്മ. ഇങ്ങോട്ടിരിക്കാം. അയ്യോ വേണ്ട മോളെ. മുഴുവനും ഉണ്ട്. ഓ, ഇതൊന്നും എനിക്ക് തരണ്ട. എനിക്കങ്ങനെ സ്വർണത്തോട് ആർത്തിയൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ മകൾക്കുള്ളതല്ലേ, അവള് തന്നെ വെച്ചോട്ടെ. ആ, 2 ചായ ഇടണമല്ലോ. ഞാനോ? ഞാനിടാം വിജയന്റെ. മോളിടണ്ട, കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇട്ടോളൂ. ഇട്ടോണ്ട് വാ. കേട്ടോ ശാരദാമ്മേ, നമുക്കിടെ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒന്നും പ്രശ്നമല്ല ഉണ്ടായിരുന്നത്. ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നം. നിങ്ങൾ വാക്ക് പാലിച്ചപ്പോ ആ പ്രശ്നം തീർന്നു. മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കണ്ട. അല്ലെങ്കിലും ഞാൻ മനസ്സിലൊന്നും വച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അതിനാവുകയില്ല. സ്വർണം കണ്ടപ്പോ അവളുടെ കണ്ണ് മഞ്ഞളിച്ചു. ശാരദാമ്മ ഇരിക്കെ. വാ ഇരിക്ക.
മകൾക്കിവിടെ കുറവൊന്നും ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥനയില്ല. കുടുംബമാവുമ്പോ അതൊക്കെ ഉണ്ടാവും. അവൾക്കിവിടെ സന്തോഷവും സമാധാനവും കിട്ടണം. അതിനെന്താ, അവളെ പൊന്നുപോലെ നോക്കില്ലേ രാജീവ്? പോരെങ്കിൽ ചായ. ഞങ്ങളും ഉണ്ട്. അല്ല കൃഷ്ണകുടി ചേട്ടാ, അല്ല ഇവളെ നമ്മൾ പൊന്നുപോലെ നോക്കുമെന്ന്. അതെ അതെ. ദാ, എടുക്ക്. ദാ മോളെ, എടുക്ക് എടുക്ക് മോളെ. ഇനി തിരക്ക് പിടിച്ചൊന്നും പോണ്ട. നമുക്ക് എന്തെങ്കിലും കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ പോയാ പോരെ ശാരദാമ്മേ? അയ്യോ, അതുപോരാ. ഹോട്ടലിൽ ആളില്ല. അതുകൂടാതെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ വേറെയും. കൃഷ്ണൻകുട്ടിയേട്ടാ, രാജീവ് സാറേ, അമ്മേ, സർ, സർ, പറയുന്നത് ശരിയാണോന്നറിയില്ല. പക്ഷേ എന്റെ ഉള്ളിലെ പേടി കൊണ്ട് പറയുക. നീ കാര്യം പറ പൊന്നി. പ്രീതി കുഞ്ഞ് എങ്ങോട്ടാ പോയത്? മിഷൻ ഹോസ്പിറ്റലിലേക്ക്. ആ പോക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല സർ. കുഞ്ഞിനെ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും ഞാൻ. അമ്മാവന്റെ തലയെടുക്കാനായി പിറക്കുന്ന കൃഷ്ണജന്മം സത്യഭാമയുടെ വീട്ടിൽ വേണ്ട. എല്ലാത്തിനും ഒരു പരിഹാരമാവട്ടെ. നീ എന്തായി പറയുന്നേ? പ്രീതി കുഞ്ഞിന് വേണ്ടാത്തത് എന്തെങ്കിലും തോന്നിയാൽ വിഷ്ണു കുഞ്ഞിന്റെയും ശാലിനി കുഞ്ഞിന്റെയും ഡിവോഴ്സിന്റെ പ്രശ്നം തുടങ്ങിയത് മുതൽ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു പ്രീതി കുഞ്ഞ്. എന്തെങ്കിലും ചെയ്യണം സർ. ഞാൻ ഈ അവസരത്തിൽ എന്ത് ചെയ്യാനാ? ആരോടും പറയാനും വയ്യ. സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് സർ. ആ ആള് പറഞ്ഞാൽ പ്രീതി കുഞ്ഞ് കേൾക്കും. റൂമിൽ ഫോണുണ്ട്, നീ ആ ഫോണിൽ എടുക്ക. ഛെ.
എന്തായി ശാലിനി? ഫോൺ എടുക്ക്. ശാലിനി ഫോൺ എടുക്കുന്നില്ല പൊന്നി. ദൈവം വിധിച്ച എന്തായാലും അത് നടക്കും. ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കണം സാർ. കട്ടായി. അച്ഛനാണല്ലോ. ഇതിപ്പോ എന്താണാവോ ഇത്രയും അത്യാവശ്യത്തില്? ശാലിനി, ഹലോ. ആച്ചാ, മോളെ ശാലിനി, പ്രീതി അവള് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ഹോസ്പിറ്റലിലേക്കോ? ഇന്നതിന് ചെക്കപ്പിനുള്ള സമയമായോ? അതല്ല മോളെ, അവൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള പുറപ്പാടാവണമെന്ന് എനിക്കൊരു ഭയം. നശിപ്പിക്കാനോ? അതെ മോളെ, നിങ്ങൾ ഡിവോഴ്സിന്റെ പ്രശ്നം അറിഞ്ഞത് മുതല് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവള്. കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അതാ ഈ പ്രശ്നത്തിനൊക്കെ കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏത് ഹോസ്പിറ്റലിലേക്കാ പ്രീതി പോയിരിക്കുന്നത്? മിഷൻ ഹോസ്പിറ്റലിലേക്കാ. അച്ഛൻ ഫോൺ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മോളെ നീ അച്ഛൻ പേടിക്കണ്ട, പ്രീതിയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ ആ കുഞ്ഞിനെ രക്ഷിക്കും. കാത്തോണേ ഭഗവാനെ. ഡോക്ടർ, പ്രീതി. പ്രീതി ഇരിക്കേ. മെഡിസിൻസ് ഒക്കെ ഞാൻ ഫോൺ വഴി പറഞ്ഞിരുന്നല്ലോ. എനി പ്രോബ്ലം? കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ. എന്താ പ്രശ്നം? സത്യം അറിഞ്ഞോ? ശാലിനി എവിടെ? ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പോവോ? പരമാവധി വേഗത്തിലാണ് വച്ച പോയിക്കൊണ്ടിരിക്കുന്നേ. ഇനി സ്പീഡ് കൂടിയാൽ നമ്മളങ്ങ് എത്തില്ല. പ്രീതി എന്തൊന്നും സംസാരിക്കാത്തെ? എന്തിനാ എന്നെ കാണാൻ വന്നേ? എനിക്ക് അബോർഷൻ വേണം ഡോക്ടർ. വാട്ട്? പ്രീതി എന്തൊക്കെയാ പറയുന്നേ? സ്വബോധത്തോടെ തന്നെയാണ് ഇയാൾ സംസാരിക്കുന്നേ? നല്ല ബോധത്തോടെ തന്നെയാ ഡോക്ടർ. ഒരുപാട് ജീവിതങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം. അതിനുള്ള കാരണം എന്താന്ന് പറയൂ പ്രീതി. പറയാം ഡോക്ടർ. ആരാ പ്രഗ്നന്റ്? അമ്മേ, ഞാനാ പ്രഗ്നന്റ്. പറയണം ഡോക്ടർ. ഇനി എന്ത് ദുരന്തം ഈ പ്രഗ്നൻസി കൊണ്ട് ക്ഷണിച്ചു വരുത്തേണ്ടത്. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എല്ലാം ഏറ്റെടുത്തു. ഞാൻ ചെയ്ത തെറ്റിന് ബലിയാടായി.
ശാലിനിയെ പിഴച്ചവളെന്ന് പോലും വിളിച്ചു സുസ്മിത. എല്ലാ അപമാനങ്ങൾക്കും അവഹേളനങ്ങൾക്കും മുന്നിൽ കൈയും കെട്ടി നിന്നു ശാലിനി ഈ കുഞ്ഞിന് വേണ്ടി. മതി ഡോക്ടർ, ഇത്രയും മതി. ഞാനോ എന്റെ കുഞ്ഞോ കാരണം ഇത്രയും നല്ല മനസ്സുള്ള ശാലിനിയുടെ ജീവിതം തകരാൻ പാടില്ല. ദൈവം പൊറുക്കില്ല എന്നോട്. ഇതിങ്ങനെ മുന്നോട്ട് പോയാ ശാലിനിയും വിഷ്ണുവിനെ തമ്മിൽ പിരിച്ചിരിക്കും അമ്മ. പ്രാണം കൊടുത്ത് പരസ്പരം സ്നേഹിക്കുന്നവരാ വിഷ്ണുവിന് ശാലിനി. ഇനിയും ജനിക്കാത്ത ആ കുഞ്ഞിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആപത്തുണ്ടായിക്കൂടാ. ഇതിങ്ങനെ തീരട്ടെ. ശാലിനി അറിഞ്ഞോ പ്രീതിയുടെ ഈ തീരുമാനം? ശാലിനി അറിഞ്ഞ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർക്ക്? പ്രീതി, ഇത് നന്നായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നാൻ ഇട വരരുത്. ഇത് നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഡോക്ടർ. ഡോക്ടർ ഒന്ന് എന്നെ സഹായിക്കണം. നോ പ്രീതി, വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രീതി ഇപ്പൊ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് അല്പം തിരക്കുണ്ട്. അപ്പൊ ഡോക്ടർ ഇത് ചെയ്യില്ല? ഇല്ല. ശരി ഡോക്ടർ, അപ്പൊ ഞാൻ പോവാം. പക്ഷെ വീട്ടിലേക്കല്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടേ തീരൂ എനിക്ക്. അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഒരവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് ഡോക്ടറെ കാണാൻ ഞാൻ വന്നത്.